എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചാളയും ചേമ്പാണ്. കുറേ നാളായി ചാളയൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ട് ഒരു കൊതി തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ചേമ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചാളയ്ക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ വക ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് തിരുമ്മി വെച്ചതാണ്. അതിലേക്ക് ചേമ്പ് നുറുക്കിയത് ഇട്ട് കൊടുത്തു. ഇനി രണ്ടാം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ല, നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോൺ കയ്യിലുള്ളതുകൊണ്ടേ നന്നായിട്ട് ഇളക്കാൻ പറ്റണില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഇനി നേരെ അടുപ്പത്തേക്ക്. ഇനി 2 കുടംപുളി ഇടുന്നുണ്ട്. പുളി അനുസരിച്ച് കുടംപുളി ചേർക്കുക. ഇനി ഇത് നന്നായി തിളയ്ക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേ കണ്ടോ, കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് ഒന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ടിട്ട് കറി കാച്ചിയെടുക്കാം. എല്ലാ നാട്ടിലും ഇങ്ങനെ കറി കാച്ചണ ഒരു പരിപാടി ഇല്ലയെന്ന് എനിക്ക് തോന്നണു. മീൻ കറി നമ്മൾ മസ്റ്റായിട്ടും കാച്ചാറുണ്ട്. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ചാള വാങ്ങിക്കുമ്പോൾ ചേമ്പും കൂടെ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.